ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി ഉണ്ടാക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയും കൊണ്ട് എല്ലാവരും ഉണ്ടാക്കാറുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി നമുക്ക് എത്ര ആവശ്യമുള്ളത് വെച്ചാൽ അത്ര നമുക്ക് പാത്രത്തിലെടുക്കാം. എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് വെച്ചപ്പോൾ ആ സ്റ്റാൻഡ് ഒന്ന് ഇളകിപ്പോയി. സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അതാണിപ്പോൾ ഇതിൽ നേരെ ക്ലിപ്പ് പെടാതിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് റവ കൂടിയിടണം. കുറച്ച് റവ മതി. നമുക്ക് 3 പേർക്ക് ഉണ്ടാക്കാവുന്ന അത്ര ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പിടി റവ, ഒരു പിടി മൈദ, ഇത് 3 നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പ് വെള്ളം കൊണ്ട് നമ്മൾ കുഴയ്ക്കുക. ആ കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുക്കണം. കാരണം റവ ചേർന്നതും കൊണ്ട് റവയിലേക്ക് വെള്ളം എത്താൻ വേണ്ടി ഇത്തിരി വൈകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ ഒരു ഇത്തിരി ഒന്ന് ലൂസായിട്ട്, അതായത് നല്ല ലൂസാവാൻ പാടില്ല. ചപ്പാത്തിക്ക് കുഴക്കുക അതേപോലെ തന്നെയാണ് അത് കുഴക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ടൊന്നൊരു ലൂസായിട്ട് വേണം നമ്മൾ കുഴയ്ക്കാനും. അപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം നല്ലവണ്ണം കുഴച്ചിട്ട് നമുക്ക് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഞാനിതപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനി അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് നല്ല കോമ്പിനേഷനുള്ള നല്ലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ നല്ല പൂരിക്ക് നല്ല കോമ്പിനേഷനാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളി ഒരു 3 വലിയ സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറുകിയൊരു മുട്ട റോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 3 വലുതെടുത്തിരിക്കുന്നത്. അപ്പോൾ 3 വലിയ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കനം കുറഞ്ഞരിയാം. അതിന് ശേഷം ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു ചെറിയൊരു ഉലുവ ഒരു 5-6 മണി അങ്ങനെ എത്ര മതി കേട്ടോ. ആ ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ഇടേണ്ടതും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് കുനുകുനേന്ന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതാണ് ഇടേണ്ടതും. നമുക്ക് ചതച്ച് വെച്ചത് എടുക്കുക വേണമെങ്കിലും, അല്ലെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ നല്ല ചെറുതായിട്ട് കുനുകുനേന്ന് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ടു. ഇനി ഒന്ന് ഒരു പച്ചമണം മാറിയിട്ട് റോസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് നമ്മൾ ഇളക്കണം. അത് അതിൻ്റെ തൊട്ടപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് അതിനെ പുഴുങ്ങിയെടുക്കണം. ഇവിടെ നമ്മൾ നിറം മാറിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതതിന് ശേഷം വലിയുള്ളി ഇടാം. വലിയുള്ളി നല്ല കനം കുറച്ച് എരിഞ്ഞതും കൊണ്ട് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടതും. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വഴറ്റാൻ. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. ആ ഉപ്പ് ഇട്ടിട്ടുള്ള നമുക്ക് കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നിറം മാറാൻ വേണ്ടി വെക്കണം. വലിയ ഉള്ളി നല്ല റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മളെ ഉള്ളി നല്ല നിറം മാറി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നിറം മാറുന്നത് വരെ. അതിന് ശേഷം ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 2 പച്ചമുളകും, ഒരു 2 കറിവേപ്പിൻ്റെ ഇല. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കാരണമാണ് ഞാൻ ചേർക്കാതിരുന്നിരിക്കുന്നത്. നമുക്ക് മല്ലിയിലയും ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പിൻ്റെ ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം വേണം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലവണ്ണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നിച്ചിട്ട് എടുത്തിരിക്കുകയാണ്. എല്ലാം കൂടി നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എത്ര ഇതിങ്ങനെ നല്ലവണ്ണം വഴറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയിട്ട് അതിലേക്ക് മുട്ടിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. എനിക്കിപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി പോലെ വേണിച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ.
ചെറിയൊരു 2 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലൊന്ന് വേവിക്കണം. ഒന്ന് കുറുകി വരുന്നത് വരെ, ചാറൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വേവിക്കണം. ഇവിടെ എല്ലാവർക്കും ഇതിലേക്ക് ചാറ് കറി പോലെ കുറച്ച് വെള്ളം വേണം. അത് കാരണമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് പുഴുങ്ങിയ മുട്ട നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇതാ നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും എല്ലാതും നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്നേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്കിത് ആക്കിയെടുക്കാം. കാരണം പൂരിക്ക് കുഴച്ച് വെച്ചതാണ് ആകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതായത് ഞാൻ പുഴുങ്ങിയ മുട്ടത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് അതിലേക്കൊന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കണം. മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. പൂരി ഇതാ കുഴച്ച് വെച്ചത് പൂരിൻ്റെ വലുപ്പത്തിൽ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച എണ്ണയിലേക്കാണ് ഞാൻ ഇടുന്നത് കേട്ടോ. തിളച്ച എണ്ണയിലേക്ക് നമുക്കത് ഇടുമ്പോൾ നല്ലവണ്ണം പൊന്തി വരുന്നുണ്ട്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് റേഷൻ കടയിൽ നിന്ന് മേടിച്ച ഗോതമ്പ് പൊടിയാണെന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ അത് അങ്ങനെ കണ്ട് അറിയൂല. കാരണം അതിലേക്ക് മൈദയും കുറച്ച് ചേർത്തിട്ടുണ്ട്, കുറച്ച് റവയും ചേർത്ത കാരണം നല്ലവണ്ണം പൊന്തി വരും ചെയ്യും. നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്താണ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാതെ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് പൂരിയാണ്. അങ്ങനെ എല്ലാതും ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. എല്ലാ പൂരികളും പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം പൊന്തി വരുന്നുണ്ട്. നമുക്കിനി അത് എല്ലാ പൂരി അതുപോലെ പൊരിച്ചെടുക്കാം. നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു ഹാർട്ട് ഇമോജി എങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടണം. ഞാൻ എല്ലാ പൂരിയും കൊണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പൂരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. നല്ലവണ്ണം നല്ല പൊള്ളം പഫായിട്ടുള്ളൊരു പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോകണം. ചായ പൂരിയും മുട്ട റോസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും കഴിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.